ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൃതിയാണ് മൗലവി ചേകന്നൂരിൻ്റെ അബൂഹുറൈറയുടെ തനിനിറം. ഇസ്ലാമിനെ അലങ്കോലപ്പെടുത്താനും മുസ്ലിങ്ങളെ കഷ്ടപ്പെടുത്താനും വേണ്ടി അബൂഹുറൈറ നടത്തിയ അട്ടിമറികളെയും ജൂദായിസങ്ങളെയും പറ്റി ഖുർആനിക തെളിവുകൾ നിരത്തിവെച്ച് ധാരാളം വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മതപുരോഹിതന്മാർ ഇക്കാലം വരെ പൂഴ്ത്തിവെച്ച ഒട്ടേറെ ഖുർആനിക സത്യങ്ങൾ ഇതിൽ ശക്തിയുക്തം തെളിയിച്ചിട്ടുമുണ്ട്. അബൂഹുറൈറ പ്രശ്നം വളരെ ഗുരുതരവും ചിന്താപരവും അടിസ്ഥാനപരവുമാണ്. നിലവിലുള്ള വിശ്വാസാചാരങ്ങളിൽ പകുതിയോളം അബൂഹുറൈറ കെട്ടിച്ചമച്ചതാണെന്നാണ് മൗലവി ചേകന്നൂർ പറയുന്നത്. അത് അവഗണിക്കാവതല്ല, നീക്കിവെക്കാവുന്നതല്ല, ഒഴിച്ചുവിടാവുന്നതല്ല. അതിനാൽ അബൂഹുറൈറയെ പറ്റിയുള്ള ഓരോ തെളിവും പഠിക്കുകയും ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ബോധ്യപ്പെട്ട സത്യം മുറുകെ പിടിക്കാൻ ഒറ്റ പുരോഹിതനെയും ഭയപ്പെടാതിരിക്കുക. അബൂഹുറൈറയെപ്പറ്റി ഉയർന്നുവന്ന ഗുരുതര ആരോപണങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ ജമാഅത്തെ ഇസ്ലാമി പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അബൂഹുറൈറ എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഈ ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് ആധാരമായി സ്വീകരിച്ച പല മഹത് ഗ്രന്ഥങ്ങളും സുഹൃത്തുക്കൾ എത്തിച്ചു തന്നവയാണ്. അങ്ങനെ സഹായിച്ച സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ സഹോദരങ്ങളോടും ഇതിൻ്റെ പരിശോധനയിൽ പൂർണ്ണമായും സഹകരിച്ച മുഹമ്മദ് മൗലവി ശാന്തപുരം, ഒ അബ്ദുറഹ്മാൻ സാഹിബ് എന്നിവരോടും എനിക്കുള്ള അനൽപമായ കടപ്പാട് ഇവിടെ കുറിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അബൂഹുറൈറ, പേജ് 8 IPH. ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാവുന്നത്. ഒന്ന്, മൗലവി ചേകന്നൂരിന് മറുപടി എഴുതാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് വിദേശത്തു നിന്ന് പോലും ഗ്രന്ഥങ്ങൾ വരുത്തി കൂടുതൽ പഠിക്കേണ്ടി വന്നു. ഇതിലൂടെ ചേകന്നൂർ എന്ന എതിരാളിയുടെ പാണ്ഡിത്യം പരോക്ഷമായെങ്കിലും അംഗീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. രണ്ട്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ മേൽഗ്രന്ഥം അബൂഹുറൈറ പൂർണ്ണമായി പരിശോധിച്ച് കറക്ഷൻ നടത്തി തെറ്റുകുറ്റങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ഒ അബ്ദുറഹ്മാനും മൗലവി ചേകന്നൂരിൻ്റെ അബൂഹുറൈറയുടെ തനിനിറം എന്ന പുസ്തകത്തിലെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. കാരക്കുന്നിൻ്റെ ഗ്രന്ഥത്തിലെ ഭാഷാപരവും ആശയപരവുമായ എല്ലാ വിവരക്കേടിലും അബദ്ധങ്ങളിലും മണ്ടത്തരങ്ങളിലും ജനാബ് ഒ അബ്ദുറഹ്മാൻ സാഹിബിന് തുല്യ ഉത്തരവാദിത്തമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ബൂമറാങ്ങായി മാറിയ ഈ ഗ്രന്ഥത്തിൻ്റെ ഉത്തരവാദിത്തം പാവം കാരക്കുന്നിൻ്റെ മാത്രം തലയിൽ വെച്ചുകെട്ടി രക്ഷപ്പെടാനാവില്ല. ജമാഅത്തിൻ്റെ സംയുക്ത സംരംഭമായിരുന്നു പ്രസ്തുത കൃതി എന്നു ചുരുക്കം.